അപ്പോൾ ഇന്ന് പത്രവാർത്തകൾ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പ്രസ് സ്റ്റോപ്പിൽ നമുക്കൊപ്പം VS സനോജ് ആണുള്ളത്. VS സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ്, സുഖമല്ലേ? പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ വാർത്തകളൊക്കെ. അതെ, തീർച്ചയായിട്ടും നമ്മളെ പ്രേക്ഷകരെ സംബന്ധിച്ച് ധാരാളം വാർത്തകളിലൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ധാരാളം വാർത്തകൾ കാണുന്ന ദിവസങ്ങൾ എന്ന് പ്രത്യേകിച്ച് പറയാം. കാരണം പലതരത്തിലുള്ള വാർത്തകളുള്ള ദിവസമാണ്. ഒപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൻ്റെ പോലീസ് മേധാവി ചുമതല ഏറ്റുകഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പോലീസ് മേധാവി ചുമതല ഏൽക്കും. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റവട ചന്ദ്രശേഖരനെ ഫിക്സ് ചെയ്ത കാര്യമാണ് പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നെല്ലാം നമുക്കറിയാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ആ വാർത്തകളുടെ പ്രാധാന്യത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം മുൻ മേധാവികളുടെ ഒരു പശ്ചാത്തലത്തിലല്ല ആ വാർത്തകളെ ഏതായാലും പത്രങ്ങൾ സമീപിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം അത് CPIM ഭരിക്കുന്ന ഒരു സമയത്ത് പോലീസ് മേധാവി എന്നുള്ള രീതിയിൽ വരുന്ന വ്യക്തി, അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ സമയത്ത് അവിടെ തലശ്ശേരി SP ആയിരുന്നു എന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു വിവരം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയിലേക്കും ആ രീതിയിലേക്കുള്ളൊരു വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്കുള്ള തലക്കെട്ടുകളിലേക്കും ഏതായാലും കേരളത്തിലെ പത്രങ്ങൾ ഇന്നത്തെ ദിവസം പോയിരിക്കുന്നു എന്ന് പറയാം. കാരണം എല്ലാ പത്രങ്ങളും തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയുടെ സാധ്യതയിലേക്ക് കാര്യങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പ്രത്യേകിച്ചും P. ജയരാജൻ്റെ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങൾ, MV ഗോവിന്ദൻ്റെ അതിനുള്ള മറുപടി, ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ വിമർശനം, ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട വളരെ സമഗ്രമായ വിവരങ്ങളുള്ള വാർത്തകളുടെ ഒരു ദിവസം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടെന്ന് പറയാം. കാരണം തലവൻ റവാഡ എന്ന് മാതൃഭൂമി പറയുന്നു. ഈ റവാഡയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വലിയ പ്രകോപനപരം എന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്കുള്ള തലക്കെട്ടുകൾ മറ്റ് പത്രങ്ങൾ നൽകിയിരിക്കുന്നു. കാരണം കൂത്തുപറമ്പൊക്കെ മറന്നേക്കൂ, റവട തന്നെ എന്ന് മാധ്യമം എഴുതിയിരിക്കുന്നു. ഈ രീതിയിലുള്ള ധാരാളം ഒരു ദിവസം എന്ന് നമുക്ക് പറയാം. വീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം റവടയ്ക്ക് പിണറായിയുടെ പുഷ്പഹാരം എന്നാണ്, അത് കൂത്തുപറമ്പിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള തലക്കെട്ട് നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ ഇതുമായി ബന്ധപ്പെട്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകളിൽ വന്ന അല്ലെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയാവുന്നത്. ഏതായാലും ഈ മറ്റൊന്ന് മെഡിക്കൽ, അതായത് കേരളത്തിലെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് കൂടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ ക്ഷാമം, മരുന്നിൻ്റെ ക്ഷാമം അടക്കമുള്ള വാർത്തകളെ മലയാള മനോരമയും മാതൃഭൂമിയും രണ്ട് രീതിയിൽ സമീപിച്ചിരിക്കുന്നു. ഒന്ന്, ഉപകരണക്ഷാമം എല്ലായിടത്തും എന്നുള്ള മെഡിക്കൽ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഉടച്ചു വാർക്കണമെന്ന് തലക്കെട്ടിൽ മനോരമ നൽകുമ്പോൾ, ഇവിടുത്തെ മരുന്നുകളുടെ കാര്യത്തിൽ, അതായത് മരുന്ന് വിതരണം വെന്റിലേറ്ററിൽ എന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാരണം മരുന്നിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ ഉപകരണക്ഷാമം, പല ഓപ്പറേഷനുകൾ മുടങ്ങുന്ന സാഹചര്യം മെഡിക്കൽ കോളേജുകളിലുണ്ട് എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ തന്നെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. ഇത് വലിയ പ്രാധാന്യത്തോടു കൂടെ നൽകിയ ഒരു ദിവസം എന്ന് പറയാം. ഏതായാലും റവടയുടെ കാര്യത്തിൽ ഉള്ള പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ സർക്കാരിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇന്ന് കൃത്യമായി വരുമെന്ന് നമുക്കറിയാം. കാരണം കൂത്തുപറമ്പിൽ ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് തലശ്ശേരി SP ആയിട്ട് ചുമതലയേറ്റ ഡേറ്റ് സംബന്ധിച്ച്, അതായത് 3 ദിവസത്തിന് ശേഷം മാത്രമാണ് ഇത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ DYSPക്കാണ് അതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് എന്നുള്ള മറുപടി ഏതായാലും CPM വളരെ കൃത്യമായി തന്നെ ഉന്നയിക്കുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അടുത്ത മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ വരും. പക്ഷേ മറ്റു തരത്തിൽ പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നമുക്ക് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം എന്നുള്ള തരത്തിലാണ് ഞാൻ ഈ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട വാർത്തയെക്കുറിച്ച് പറഞ്ഞത്. അതിൻ്റെ പ്രാധാന്യം ഏതായാലും ജനം ശ്രദ്ധിക്കും. ആ രീതിയിൽ ഇവിടെ നിലവിൽ കേരളത്തിലെ മെഡിക്കൽ മൊത്തം ഇതൊരു വലിയ തകർച്ചയിലേക്കാണെന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അതേസമയം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് എന്ന് ഏതായാലും പത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഏതായാലും വലിയ രീതിയിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പരമ്പരകളടക്കം, ചെറിയ പത്രങ്ങൾ അടക്കം ഈ മെഡിക്കൽ രംഗം അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പരമ്പരകൾ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഏതായാലും ഉൾപേജിലും എല്ലാം തന്നെ റവടയുടെ വാർത്തയാണ് മാതൃഭൂമിയെ സംബന്ധിച്ച്. ഒപ്പം നമുക്കറിയാവുന്നതുപോലെ ഇന്ന് വളരെ കൗതുകമുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം കൊടുത്തതാണ്, ഈ കൊലാപുരിയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രഡ എന്ന് പറയുന്ന ബ്രാൻഡ്, അവരേതായാലും ആ ബ്രാൻഡ് ഉണ്ടാക്കിയത്
കൊലാപ്പുരി ചെരുപ്പ് നിന്നുള്ള പ്രചോദനത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ജാനകി വേഴ്സസ് അതായത് ഈ സുരേഷ് ഗോപിയുടെ സിനിമയുമായി ബന്ധപ്പെട്ട സെൻസർ ബോർഡിൻ്റെ ഇഷ്യൂ, അതിൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, അത് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടെ ഏതായാലും എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. കാരണം ജാനകി എന്നുള്ള പേരിന് എന്താണ് തെറ്റെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ആളുകളുടെ പേര്, മിക്കവാറും പേരുകളെല്ലാം തന്നെ ദൈവങ്ങളുടെ പേരാണ്. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ സിനിമയ്ക്ക് പേരിടാനോ കഥാപാത്രങ്ങൾക്ക് പേരിടാനോ പറ്റാത്ത സാഹചര്യമുണ്ടാകും. ഈ വാർത്ത പക്ഷേ മലയാള മനോരമയിൽ കാര്യമായിട്ട് കണ്ടില്ല. പക്ഷേ അതേസമയം മറ്റ് പത്രങ്ങൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. കാരണം ദേശാഭിമാനി അടക്കം ഇത് വളരെ പ്രധാന വാർത്തയായിട്ട് നൽകിയിരിക്കുന്നു. ജാനകി എന്ന പേര് ആരുടെ വികാരമാണ് വ്രണപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്ന തലക്കെട്ട്. ഒപ്പം തന്നെ കേരള കൗമുദിയും വലിയ പ്രാധാന്യത്തോടുകൂടെ ഈ വാർത്ത നൽകിയിരിക്കുന്നു. ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം ഒരു നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന പേര് നൽകുന്നതിൽ എന്താണ് പ്രശ്നം എന്നും ഇതൊക്കെ സെൻസർ ബോർഡാണോ തീരുമാനിക്കേണ്ടത് എന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഉന്നയിക്കുന്നു. അതൊരു വലിയ ആശ്വാസകരമായ പ്രസ്താവന എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, സ്റ്റേറ്റ് സിലബസ് തമിഴ്നാട് മോഡലിൽ മാർക്ക് സമീകരണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഇന്നത്തെ പത്രങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം ഞാൻ കുറച്ച് വേഗത്തിൽ പോവുകയാണ്, കാരണം മറ്റ് ഒരുപാട് വാർത്തകളുടെ സമയവും മറ്റൊന്ന് നമ്മുടെ പോലീസ് മേധാവിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ. ഒപ്പം ഇന്നലെ നടന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഫിഫയുടെ ക്ലബ്ബ് ലോകകപ്പിൻ്റെ വാർത്തയാണ്. അതിൽ ബയേണിൻ്റെ വിജയം ഫ്ലെമിംഗോയ്ക്കെതിരെ. ആ വാർത്തയ്ക്ക്, ഹാരിക്കെയിൻ്റെ വാർത്തയ്ക്ക്, അല്ലെങ്കിൽ ഹാരിക്കെയിൻ ഡബിൾ അടിച്ചതിന് 2 ഗോളുകളുടെ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു പത്രങ്ങൾ. ബെസ്റ്റ് ബയേണെന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഒപ്പം മലയാള മനോരമയും അത് വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബയണോളം എന്നാണ് ഹാരിക്കെയിനെ കുറിച്ചുള്ള ഹാരിക്കെയിൻ്റെ ഒരു രസകരമായ തലക്കെട്ട് ഉൾപ്പെടെ ഹാരിസം എന്നാണ് മാധ്യമം നൽകിയിരിക്കുന്ന തലക്കെട്ട്. സൂപ്പർ കെയിൻ എന്നാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതൊരു വളരെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വളരെ രസകരമായ മത്സരം, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മത്സരമായിരുന്നു. ആ വാർത്തയ്ക്ക് ഏതായാലും പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഒപ്പം പല വാർത്തകൾ, അതായത് സെയ്ഫ് അലി ഖാൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മോഷ്ടാവിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ ആക്രമണം ഉണ്ടായ സമയത്ത് അതിനുശേഷം അവരുടെ പാർട്ട്ണറായിട്ടുള്ള കരീന അല്ലെങ്കിൽ സെയ്ഫ് ഒന്നും തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നില്ല. ഇപ്പോൾ കരീനയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്ന വാർത്തയ്ക്ക് മാധ്യമം അതായത് മാധ്യമം അത് ഉൾപേജിൽ വാർത്ത നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ വാർത്തയെ സമീപിച്ചത്? വലിയ രീതിയിലുള്ള ഒരു ഹരാസ്മെൻറ്റിലേക്ക് പോയി വലിയ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ള തരത്തിൽ ഒരു വാർത്ത കൂടി അവരുടെ ഒരു പ്രതികരണം നൽകിയിരിക്കുന്നു. ഒപ്പം ഹിന്ദു പത്രത്തെ സംബന്ധിച്ച് ഹിന്ദുവിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹൈദരാബാദിലെ ഈ ഉണ്ടായിട്ടുള്ള സ്ഫോടനമാണ്. ഈ ഫാർമ യൂണിറ്റിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിന് ഹിന്ദു പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. കാരണം അതിൻ്റെ മരണസംഖ്യ വളരെ ഉയർന്നു. 17 പേർ മരിച്ചു എന്ന് ഇപ്പോൾ നിലവിലുള്ള റിപ്പോർട്ട്. ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് പറയുന്നു. ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്.